സൂര്യാഘാതമേറ്റ സംസ്ഥാനത്ത് 3 പേർ മരിച്ച സാഹചര്യത്തിൽ ശക്തമായ ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പ്. സൂര്യാതാപത്തിനെതിരെ 4 ദിവസം കൂടി ജാഗ്രത തുടരണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. തൃശൂർ അടക്കമുള്ള വിവിധ ജില്ലകളിൽ താപനില 4 ഡിഗ്രി സെൽഷ്യസ് വരെ വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഈ സാഹചര്യത്തിൽ കൊടും ചൂടിനെതിരെ പ്രതിരോധ നടപടികളുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. ദുരന്ത നിവാരണ അതോറിറ്റിയും ലേബർ വകുപ്പും ജാഗ്രതാ നിർദ്ദേശവുമായി നേരത്തെ രംഗത്തെത്തിയിരുന്നു. പകൽ 11 മുതൽ 3 വരെ പരമാവധി തുറസായ സ്ഥലങ്ങളിൽ തുടർച്ചയായി ഇടപഴകുന്ന സാഹചര്യം ഒഴിവാക്കാനാണ് നിർദ്ദേശം. ശരീരത്തിന്റെ താപനില ക്രമാതീതമായി ഉയരുന്നത് തലച്ചോർ, കരൾ, വൃക്ക, ശ്വാസകോശം, ഹൃദയം തുടങ്ങിയ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെ ദോഷകരമായി ബാധിക്കാനിടയുണ്ട്. തൊലിപ്പുറത്ത് നീറ്റലും പുകച്ചിലും നിറവ്യത്യാസവും വേദനയും പനിയും ഛർദിയുമെല്ലാമാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. വേഗത്തിലുള്ള ഹൃദയമിടിപ്പും തലവേദനയും പേശിവലിവും ബോധക്ഷയവും അനുബന്ധ ലക്ഷണങ്ങളാണ്. സൂര്യാഘാതമേറ്റാൽ കട്ടികൂടിയ വസ്ത്രങ്ങൾ നീക്കി ശരീരം തണുത്ത വെള്ളം കൊണ്ട് തുടച്ച് തണുപ്പിക്കുന്നതാണ് ഉത്തമം. തൊലിപ്പുറത്ത് പൊള്ളലേറ്റാൽ ഉപ്പുവെള്ളത്തിൽ മുക്കിയ തുണികൊണ്ട് 3 തവണ ഒപ്പിയെടുത്ത ശേഷം കലാമിൻ ലോഷൻ പുരട്ടാമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നു. പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം വിദഗ്ധ ചികിത്സയ്ക്ക് വിധേയമാക്കണം. ഇളം നിറത്തിലുള്ള അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക, കുട ഉപയോഗിക്കുക, ഉപ്പിട്ട കഞ്ഞിവെള്ളമോ ശുദ്ധമായ വെള്ളമോ ഇടവിട്ട് കുടിക്കുക, ചൂടുപാനീയങ്ങൾ ഒഴിവാക്കുക, പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുക, വെയിലത്ത് പാർക്ക് ചെയ്ത വാഹനങ്ങളിൽ ഇരിക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അംഗൻവാടി കുട്ടികളും പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളും ജാഗ്രത പുലർത്തുകയും വെള്ളം കൈവശം വയ്ക്കുകയും കുടിക്കുകയും ചെയ്യണമെന്നും ഇതിനായി അധികൃതർ സൗകര്യമൊരുക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട്. തൊഴിൽ സമയം പുനഃക്രമീകരിച്ച നടപടി കർശനമായി പാലിക്കണമെന്നാണ് തൊഴിൽ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് TCV.